ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നല്ല ഒന്നാന്തരം പനിനീർ അഥവാ റോസ് വാട്ടർ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരുടെ വീട്ടിലും നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെ മുറ്റത്തും കുറച്ച് റോസാ ചെടികളെങ്കിലും ഉണ്ടാവും അല്ലേ? മിക്കവാറും അത് പൂത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ പൂ പൊഴിയാറാകുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. ഫ്രഷ് റോസാപ്പൂ പറിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പൊഴിയാറായ റോസാപ്പൂക്കൾ നമുക്ക് പറിച്ചെടുക്കാം. എന്നിട്ട് അതുകൊണ്ട് നല്ല ശുദ്ധമായ പനിനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 8 റോസാപ്പൂവാണ് ഞാൻ പറിച്ചെടുക്കുന്നത്. അത്രയേ ഉള്ളൂ എൻ്റെ മുറ്റത്ത്. അതിന് ധാരാളമാണ്. നമുക്കൊരു 2 കപ്പ് വെള്ളം വെച്ച് റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഈ പനിനീർ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഈ പനിനീർ പൂക്കളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. നല്ല ചുവന്ന പൂക്കളാണെങ്കിൽ നമ്മുടെ പനിനീരും നല്ല ചുവപ്പ് കളറായിരിക്കും. ഈ ഇതളുകളൊക്കെ ഒന്ന് വേർപ്പെടുത്തി അതിൽ വല്ല ഇൻസെക്റ്റൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അഥവാ വല്ല ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ അതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ പനിനീറിനിടയ്ക്കൊക്കെ ചെറിയ ജീവികളുണ്ടാവും. അപ്പോൾ ഈ പെറ്റൽസൊക്കെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് വെള്ളമാണ്. ഇത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കും. ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പനിനീർ പൂക്കൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇടത്തരം തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വല്ലാതെ തീ കൂട്ടിയിട്ട് വെള്ളം പെട്ടെന്ന് തിളപ്പിക്കേണ്ട. ഈ പനിനീരിൻ്റെ വൈബ്രൻറ്റ് കളറും എസൻസും ഒക്കെ ഒന്ന് ആ വാട്ടറിലേക്ക് ഇറങ്ങണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ കുറച്ചിട്ടോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പനിനീർ കുക്കായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റോസാപ്പൂക്കളുടെ കളറ് മാറി തുടങ്ങി. നല്ല എന്താ പറയുക, പിങ്ക് ആയിരുന്ന റോസാപ്പൂക്കൾ ഏറെക്കുറെ ഇപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും വൈറ്റ് ആകുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ ആ കളറ് കംപ്ലീറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ വെള്ളം ഒരു ലൈറ്റ് പിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലും ഡാർക്ക് കളറാവും ഇത് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ റോസ് വാട്ടർ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഒന്നുകൂടി ഡാർക്കറായി വരുന്നുണ്ട്. പെറ്റൽസ് എല്ലാം തന്നെ വൈറ്റായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റോസ് വാട്ടർ ഏറെക്കുറെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല ശുദ്ധമായ പനിനീർ റെഡി ആയിട്ടുണ്ട്. നല്ല വൈബ്രൻറ്റ് കളറിൽ, നല്ല കളർഫുൾ അല്ലേ, നല്ല കളറിൽ നല്ല പനിനീർ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം. ഇത് നമുക്കൊരു 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നല്ലൊരു സ്കിൻ ടോണറായിട്ടും ക്ലെൻസറായിട്ടും ഒക്കെ ഉപയോഗിക്കാം. പനിനീരിൽ അഥവാ റോസ് വാട്ടറിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പം അതിനകത്ത് ഇത് യൂസ് ചെയ്യാം. പനിനീരും ഗ്ലിസറിനും ചെറുനാരങ്ങ നീരും കൂടി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വരണ്ട ചർമ്മമുള്ളവർക്ക് കുളി കഴിഞ്ഞ് നല്ലൊരു ലോഷനായിട്ട് ഉപയോഗിക്കാം. സ്കിന്നെ മയപ്പെടുത്താനും നല്ല സോഫ്റ്റ് ആക്കാനും അത് സഹായിക്കും. പനിനീർ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു ബോട്ടിൽ പനിനീർ റെഡിയായി. വെറുതെ കടയിൽ പോയി ഒരുപാട് പൈസ കൊടുത്തൊന്നും പനിനീർ വാങ്ങിക്കേണ്ട. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, 2-3 പനിനീരുണ്ടെങ്കിൽ നമുക്ക് ഈ റോസ് വാട്ടർ തയ്യാറാക്കാം. നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കണം. അത്രയേ ഉള്ളൂ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.